ബംഗ്ലാദേശും ഇന്ത്യയുമായുള്ള സംഘർഷം തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സംഘവും ബംഗ്ലാദേശിൽ ചെന്ന് മടങ്ങിയതിൻ്റെ പിന്നാലെ വലിയ ഒച്ചയും അനക്കവും ബഹളവുമൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശി മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബംഗ്ലാദേശ് ഭരണകൂടത്തെ അറിയിച്ചു എന്നാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ബംഗാളിൽ കൊൽക്കത്തയിൽ എല്ലാ വർഷവും ഒരു ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ ആർമിയാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വിജയ് ദിവസം എന്നാണ് ആ ആഘോഷത്തിന് ഇട്ടിരിക്കുന്ന പേര്. ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ 1971 93,000-ഓളം വരുന്ന പാക് സൈനികരെ ഇന്ത്യൻ സൈന്യവും ബംഗ്ലാദേശിൻ്റെ ഗറില്ല വിഭാഗവും ചേർന്ന് മുട്ടുകുത്തിച്ച് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ആ വർഷവും ആ ദിനവുമാണ്. കൃത്യമായി പറഞ്ഞാൽ 1971 ഡിസംബർ 16 ആയിരുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. അതിൻ്റെ സ്മാരകമായി അവിടെ കെട്ടി ഉയർത്തിയ സ്മാരകങ്ങളെല്ലാം ബംഗ്ലാദേശിലെ ഈ കലാപകാലത്ത് കലാപകാരികൾ ചുട്ടു. ഒപ്പം തന്നെ അവിടുത്തെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുജീബ് റഹ്മാൻ്റെ പ്രതിമ വരെ തകർത്തു. നോട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം നീക്കം ചെയ്യാനുള്ള പണികളും നടന്നു വരുന്നു. അതായത് ഇന്ത്യ വാങ്ങിക്കൊടുത്ത സ്വാതന്ത്ര്യം, ത്രിപുരയിലും ബംഗാളിലും അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യൻ സൈന്യവും വാങ്ങിക്കൊടുത്ത സ്വാതന്ത്ര്യം, ആ സൈന്യത്തിൻ്റെ ആ ഒരു ത്യാഗത്തെ എല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഈ കുറഞ്ഞ കാലയളവിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അതെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ 1971 ഓർമ്മ പുതുക്കാനാണ് വിജയ ദിവസം ആഘോഷിക്കുന്നത്. ഈ വിജയ ദിവസത്തിൽ എല്ലാ തവണയും ഈ ബംഗ്ലാദേശിൻ്റെ സൈനിക ഘടകങ്ങൾ അല്ലെങ്കിൽ സൈനിക നേതാക്കൾ എത്താറുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇത്തവണ അവരെത്തുന്നു. 12 പേരാണ് എത്തുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പോരാടിയ ബംഗ്ലാദേശിലെ ഗറില്ല പ്രതിരോധ സേനയിലെ, അതായത് മുക്തി ബാഹിനി എന്നാണ് ആ സേനയുടെ പേര്, മുക്തി ബാഹിനിയിലെ അംഗങ്ങൾ എത്തുന്നുണ്ട്. ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളും എത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ത്യാഗമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ആ ബലി കൊടുത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ധീരജവാന്മാർ പോരാടി നേടിത്തന്നതാണ് നിങ്ങളുടെ രാജ്യം. അതൊരിക്കൽ കൂടി അവരുടെ സൈനികരെ തന്നെ വിളിച്ചു വരുത്തി കൊൽക്കത്തയിൽ വലിയ ചടങ്ങായി തന്നെ ഇന്ത്യ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയേണ്ടി വരും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറന്നു പോകുമ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിലെ സംഭവവികാസങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് പതുക്കെ പത്തിമടക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.